കഥയുടെ ആരംഭത്തിൽ ഒരു കൊച്ചുകുട്ടിയാണ് കാണിക്കുന്നത്. അവളാകെ വിശന്നു നിൽക്കുമ്പോൾ തൊട്ടടുത്തുണ്ടായ കടക്കാരനും ഭാര്യയും അവൾക്കൊരു റൊട്ടി കൊടുത്തു. എന്നാൽ അവൾ അത് വേണ്ട എന്നാണ് പറയുന്നത്. കയ്യിൽ പണമില്ലാത്തതുകൊണ്ട് സാധനങ്ങൾ സൗജന്യമായി എടുക്കാൻ കഴിയില്ല. അവർ പറയുന്നത്, എന്ത് പണമാണ്, നീ ഇപ്പോഴും ചെറുപ്പമാണ്, നിന്നെ പോലുള്ള കുട്ടികളെ പരിപാലിക്കേണ്ടത് മുതിർന്നവരായ നമ്മുടെ കടമയാണെന്ന് പറഞ്ഞ് ആ റൊട്ടി കൊടുത്തു. അപ്പോൾ അവൾ ഒരു കാര്യം ചോദിക്കുന്നുണ്ട്, ആൾക്കാർ കഴിച്ച ബാക്കി വന്ന ഐറ്റംസ് ഒന്നും എടുക്കില്ലല്ലോ, ഒന്ന് നിൽക്കണേ എന്ന് പറഞ്ഞ് അവൾ പോയി. അവർ കരുതിയത് അവിടെ നിലത്ത് വീണ ഫുഡ് വേസ്റ്റൊക്കെ ക്ലീൻ ചെയ്യാൻ സഹായിക്കാനാകും എന്ന് കരുതി അവർ പോയി. കുറച്ച് കഴിഞ്ഞത് കസ്റ്റമേഴ്സ് കഴിച്ച് വലിച്ചെറിഞ്ഞ വാട്ടർമെലൻ എടുത്ത് കഴിക്കുന്നു. ഇത് കണ്ടവർ, നീ എന്താണ് ചെയ്യുന്നത്, ഞങ്ങൾ തന്നത് കഴിക്കാതെ നിലത്ത് വീണത് എന്തിനാണ് കഴിക്കുന്നതെന്ന് പറഞ്ഞ് ചീത്ത പറയുമ്പോഴാണ് അവർ ആ സത്യാവസ്ഥ മനസ്സിലാക്കിയത്. അവൾ കരഞ്ഞുകൊണ്ട് മനോനില തെറ്റിയ അമ്മയെ കാണിച്ച് അവർ കൊടുത്ത ഫുഡ് അമ്മയ്ക്ക് കൊടുത്തെന്ന് പറയുന്നു. അവളുടെ കഷ്ടപ്പാട് കണ്ട് ആകെ വിഷമിച്ച കടയോണർ വീണ്ടും അവൾക്ക് കഴിക്കാനായി ഒരു റൊട്ടി കൊടുക്കുകയാണ്. എന്നാലും അത് അവൾ വാങ്ങുന്നില്ല. കാരണം ഇതിനകം തന്നെ ഒന്ന് സൗജന്യമായി എടുത്തിട്ടുണ്ട്, മറ്റൊന്നും എടുക്കാൻ കഴിയില്ല. അപ്പോൾ അവർ പറയുന്നത്, ഇപ്പോൾ നീ ഇത് വാങ്ങിച്ചോ, എന്നെങ്കിലും വലുതായി നല്ല നിലയിലെത്തുമ്പോൾ ഇതിന് ക്യാഷ് തന്നാതെന്ന് പറഞ്ഞതിനാൽ അത് വാങ്ങി ഉറപ്പായിട്ടും നിങ്ങൾക്കിതിന് ക്യാഷ് വലുതായി ജോലിയൊക്കെ കിട്ടിത്തരുമെന്ന് പറഞ്ഞു പോയി. അവളുടെ അച്ഛൻ ആരാണെന്ന് ആർക്കറിയാം. ആ ഹൃദയശൂന്യനായ വില്ലൻ ഇത്രയും ചെറിയ കുട്ടിയെ ഇവിടെ ഉപേക്ഷിച്ചു പോയി എന്നൊക്കെ പറഞ്ഞ് അവരോടൊന്ന് പോയി. പക്ഷെ അവൾ ആ റൊട്ടി കഴിച്ചില്ല. അമ്മയ്ക്ക് പിന്നീട് വിശക്കുമ്പോൾ കൊടുക്കാമെന്ന് കരുതി ബാഗിൽ വെച്ചു. അമ്മയെ കൂട്ടി പാട്ടൊക്കെ പെറുക്കാനായിട്ട് പോവുകയാണ്. അന്നേരം അവിടെ ഒരു ലക്ഷറി കാറിൽ നിന്ന് ഹീറോയുടെ അസിസ്റ്റന്റ് വരുന്നു. ലോ കുടുംബത്തിലെ യങ് മാസ്റ്ററാണ്, ഏറ്റവും വലിയ മനുഷ്യസ്നേഹിയും. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളോട് പറയാവുന്നതാണെന്ന് പറഞ്ഞ് അവരുടെ അടുത്തേക്ക് പോയി. അവളുടെ അമ്മ ഹീറോയെ കാണുമ്പോൾ ഒന്ന് പേടിക്കുന്നുണ്ട്. അപ്പോഴാണ് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. 5 വർഷം മുന്നേ ഹീറോയും അവളുടെ അമ്മയും പ്രണയത്തിലായിരുന്നു. എന്നാൽ ഹീറോ ഒരു പണക്കാരനാണെന്നുള്ള സത്യാവസ്ഥ അവളുടെ അമ്മയ്ക്ക് അറിയില്ലായിരുന്നു. ഒരിക്കലും ഹീറോയ്ക്ക് ചികിത്സയ്ക്ക് ക്യാഷില്ല എന്ന് കരുതി അവൾ ഗർഭിണിയായിരിക്കെ ദിവസം 3-4 ജോലികളാണ് ചെയ്തിരുന്നത്. ഒരു നേരം പോലും വിശ്രമിച്ചിട്ടില്ല. ശസ്ത്രക്രിയയ്ക്കുള്ള ഫീസ് ഒടുവിൽ ശേഖരിച്ച് ഹോസ്പിറ്റലിലെത്തിയപ്പോൾ ഹീറോയുടെ അവസ്ഥ കൂടുതൽ ഗുരുതര അവസ്ഥയിലേക്ക് പോവുകയാണ്. ഹീറോയ്ക്ക് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയാൽ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ. അവളുടെയും ഹീറോയുടെയും ഒരേ ബ്ലഡ് ഗ്രൂപ്പ് ആയതിനാൽ അവളോട് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാൻ സമ്മതമാണെന്ന് ചോദിച്ചു. ശസ്ത്രക്രിയയ്ക്കുള്ള സമ്മതം പത്രം നൽകി. അവൾ കുഞ്ഞിനോർത്തെങ്കിലും ഇപ്പോൾ ഹീറോയുടെ ജീവൻ വേണ്ടി അവൾ അതിന് സമ്മതിക്കുകയാണ്. ഈ ഓപ്പറേഷനിൽ ഇത് കുഞ്ഞിൻ്റെ വളർച്ചയെ ബാധിച്ചേക്കാം, സർജറി ശേഷം നല്ല പെയിനും കാണും എന്ന് കേട്ടപ്പോൾ ഹീറോയെ സുഖമായിരിക്കുന്ന കാലം ഇതൊരു വേദനയല്ല എന്ന് പറഞ്ഞ് അവൾ ഓപ്പറേഷന് സമ്മതിക്കുന്നു. അങ്ങനെ ഓപ്പറേഷനെല്ലാം കഴിഞ്ഞ് ഹീറോ എഴുന്നേൽക്കുമ്പോൾ അവൾ മരിച്ചെന്നുള്ള കാര്യമാണ് അറിയുന്നത്. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ഹീറോ ഡോക്ടറിനോട് ചോദിക്കുമ്പോൾ ശസ്ത്രക്രിയ അപകട സാധ്യത വളരെ കൂടുതലായിരുന്നു, അതുകൊണ്ടാണെന്ന് പറഞ്ഞതും ഹീറോയ്ക്ക് നല്ല ദേഷ്യം വന്നു. അവൻ നേരെ അവളുടെ അടുത്തേക്ക് പോയി പൊട്ടിക്കരഞ്ഞു. എന്നാലും അവൻ പറയുന്നത് അവളെ രക്ഷിക്കാതെ കൊന്നതല്ലേ എന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കുമ്പോൾ അപ്പോഴേക്കും ഹീറോയുടെ അച്ഛൻ എത്തി. അച്ഛൻ അവരുടെ വിവാഹത്തിന് ഒട്ടും തന്നെ സമ്മതിച്ചിരുന്നില്ല. ക്യാഷിന് വേണ്ടിയാണ് അവൾ ഹീറോയെ സ്നേഹിച്ചിരുന്നു എന്നാണ്. പക്ഷേ ഹീറോയ്ക്ക് വേണ്ടി ജീവൻ കൊടുക്കാൻ തന്നെ അവൾ തയ്യാറായി. അവൾ മരിച്ചു കഴിഞ്ഞപ്പോഴാണ് നിങ്ങൾ ഞങ്ങളുടെ ബന്ധത്തെ അക്സെപ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് ഹീറോ ദേഷ്യപ്പെടുമ്പോൾ മരിച്ചവർ തിരിച്ചു വരക്കാൻ കഴിയില്ല, ഇനി ചെയ്യാൻ കഴിയുന്നത് അവൾക്ക് വേണ്ടി ചടങ്ങ് നടത്തുക എന്നതാണെന്ന് പറഞ്ഞ് അച്ഛൻ ആൾക്കാരെ കൂട്ടി അവനെ കൊണ്ടുപോകാനായി പറഞ്ഞു. ആ ടൈമിലായിരിക്കും അവളുടെ കൈയൊക്കെ അനങ്ങുന്നത്. കണ്ണീന്നൊക്കെ കണ്ണീനീരൊക്കെ വരുന്നു. സത്യത്തിൽ അവൾ മരിച്ചിട്ടുണ്ടായിരുന്നില്ല. 7 വർഷം കടന്നുപോയി. അവൾ മരിച്ചു എന്നാണ് ഹീറോ ഇപ്പോഴും വിശ്വസിക്കുന്നത്. ഓരോ നിമിഷം അവൻ അവളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. അന്നൊന്നും സംഭവിച്ചിരുന്നില്ലെങ്കിൽ അവരുടെ കുഞ്ഞിപ്പോൾ 7 വയസ്സ് പ്രായമുണ്ടാകും എന്നൊക്കെ ഓർത്ത് കാറിലിരിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി ആ കുട്ടിപ്പെണ്ണിനെ കണ്ടതും അവളെ കണ്ടപ്പോൾ ഹീറോയ്ക്ക് നഷ്ടമായ മകളെ ഓർമ്മ വന്നത്. അതുകൊണ്ടാണ് കാറ് നിർത്തി അവളുടെ അടുത്തേക്ക് ചെന്ന് സഹായം ചെയ്യാം എന്ന് പറഞ്ഞത്. എന്നാൽ ഹീറോയെ കണ്ടപ്പോൾ അവളുടെ അമ്മ ആകെ പേടിച്ച് എനിക്കിവനറിയാം എന്ന് പറഞ്ഞ് പേടിച്ച് ഹീറോയുടെ കൈ പിടിച്ചു. പെട്ടെന്ന് അസിസ്റ്റന്റ് അവരെ തള്ളി മാറ്റി. ഹീറോയും എന്തിനാണ് ഇവർ ഭ്രാന്തമായി പെരുമാറുന്നത്? അവളുടെ അമ്മ പറയുന്നത് ഹീറോയുടെ പേരറിയാം എന്നാണ്. എന്നാൽ അസിസ്റ്റന്റ് പറയുന്നത് ഇതൊക്കെ ഇവരുടെ തന്ത്രമാണ്, ഇത് ഞാൻ പലതവണ കണ്ടിട്ടുണ്ട്. എന്നാൽ അവളുടെ അമ്മ ഒരിക്കലും കള്ളം പറയില്ല. അമ്മയെ തള്ളി വിട്ടു, അതുകൊണ്ടാണ് അമ്മ ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന് പറഞ്ഞ് ആ കുട്ടിപ്പെണ്ണ് ദേഷ്യപ്പെടുമ്പോൾ ഇത്രയും ചെറുപ്പായത്തിൽ നീ ഇപ്പോഴും കള്ളം പറയുകയാണെന്ന് പറഞ്ഞ് അസിസ്റ്റന്റ് പറയുന്നു. ഹീറോയും അസിസ്റ്റന്റ് പറയുന്നത് വിശ്വസിച്ച് കുഞ്ഞെ നീ ഇപ്പോഴും ചെറുപ്പമാണ്,
ഇങ്ങനൊരു അമ്മയെ കിട്ടിയതിന് നിന്നെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. അവളുടെ അമ്മയെക്കുറിച്ച് ഇങ്ങനെയൊക്കെ സംസാരിച്ചത് ദേഷ്യം വന്ന അവൾ ഹീറോയെ തള്ളി മാറ്റാൻ നോക്കിയതും ഹീറോയ്ക്ക് ദേഷ്യം വരികയും ഇങ്ങനൊരു അമ്മ ഉണ്ടായത് നിന്നെ കുറ്റപ്പെടുത്താൻ പറ്റില്ല, പക്ഷെ നിന്റെ അച്ഛനെ പറഞ്ഞാൽ മതിയല്ലോ, അവൻ നിന്നെ ഒന്നും പഠിപ്പിച്ചില്ലേ. അപ്പോഴാണ് അവൾ പറയുന്നത് അവൾക്ക് അച്ഛനില്ല എന്നുള്ളത്. ഒരമ്മയുടെ സ്ഥാനത്ത് നിന്ന് മകളെ നോക്കിയെന്ന് പറഞ്ഞ് ഹീറോ പോക്കറ്റിൽ നിന്ന് കുറച്ച് ക്യാഷ് എടുത്ത് അവളെ നല്ലോണം പഠിപ്പിക്കാനായി പറഞ്ഞു കൊടുത്തപ്പോൾ അമ്മയ്ക്ക് ആ ക്യാഷ് കണ്ടത് വീണ്ടും പ്രാന്തായി. എന്നാൽ അപ്പോഴും അവൾക്ക് ക്യാഷ് വേണ്ട എന്നാണ് പറയുന്നത്. ഇതൊക്കെ കാണുമ്പോൾ കരുതുന്നത് പോലെ തന്നെ ഇവർ പണത്തിന് വേണ്ടിയാണ് തട്ടിപ്പ് കാണിക്കുന്നത് പറഞ്ഞ് അവർ പോയി. പെട്ടെന്ന് അവർ എനിക്ക് പണം വേണം, ചങ്സിയെ ചികിത്സിക്കണം എന്നതൊക്കെ ഹീറോയെ കേൾക്കുന്നില്ല. എന്നാൽ അവളുടെ അമ്മയ്ക്ക് പെട്ടെന്ന് ബോധം പോവുകയാണ്. കുട്ടിപ്പെണ്ണ് അവരോട് സഹായം ചോദിച്ചെങ്കിലും അവർ മൈൻഡ് പോലും ചെയ്തില്ല. പിന്നീട് ആ കട ഓണറായിരിക്കും അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കുക. ചെക്ക് ചെയ്ത ഡോക്ടർ പറയുന്നത് കൂടുതൽ വയലൻ്റ് ആയത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഈ സാഹചര്യത്തിൽ നമ്മളൊരു സർജറി നടത്തണം, അല്ലെങ്കിൽ അവൾ കുറച്ച് ദിവസത്തേക്ക് നിലനിൽക്കില്ല. ആ ട്രീറ്റ്മെൻറ്റിന് ഏകദേശം 4 ലക്ഷം ആകും എന്ന് കേട്ടപ്പോൾ കട ഓണർക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. അപ്പോഴേക്കും കുട്ടിപ്പെണ്ണ് അവളുടെ ബാഗിൽ നിന്ന് കൈവശമുള്ള പണമെടുത്ത് അമ്മയെ എങ്ങനെയെങ്കിലും രക്ഷിക്കാനായി കെഞ്ചി. എന്നാൽ അത്രയും പണം കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. സോ കട ഓണറും അവരുടെ കയ്യിൽ വശമുണ്ടായ പണം എടുത്തു കൊടുത്തു. എന്നാൽ ആ പണം കൊണ്ടും അമ്മയെ കുറച്ച് ദിവസം മാത്രമേ ആശുപത്രി കടത്താൻ മാത്രമേ പറ്റുള്ളൂ. 3 ദിവസത്തിനുള്ളിൽ 4 ലക്ഷം എത്തിച്ചില്ലെങ്കിൽ ശസ്ത്രക്രിയ നടക്കില്ല. അവളും അമ്മയെ രക്ഷിക്കാൻ വേണ്ടി പണം ഉണ്ടാക്കിയിട്ട് വരാമെന്ന് വാക്ക് നൽകി. റോഡ് സൈഡിൽ നിന്ന് അവൾക്കൊരു ഷൂ ഒക്കെ ക്ലീൻ ചെയ്യുന്ന ജോലിയൊക്കെ ചെയ്തും നോട്ടീസ് ചെയ്തും രാവും പകലും മഴയും വെയിലും ഒന്നും നോക്കാതെ പണിയെടുത്തു. ഇവിടെ ഹീറോ അവളുടെ ഫോട്ടോ നോക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത്. അവളെ പ്രപ്പോസ് ചെയ്ത കാര്യമൊക്കെ ഓർക്കുന്നു. എങ്ങും പോകാനോ ഒന്നിനും ഇൻട്രസ്റ്റ് ഇല്ലാതായി. അന്ന് ഹീറോ അവളെ പ്രപ്പോസ് ചെയ്തില്ലായിരുന്നെങ്കിൽ എന്നെ രക്ഷിച്ചുകൊണ്ട് നീ മരിക്കില്ലായിരുന്നു എന്നൊക്കെ ഓർത്തു. അപ്പോൾ അവൻ്റെ അച്ഛൻ വന്ന വഴിക്ക് പറയുകയാണ് അച്ഛൻ അവനോട് സംസാരിക്കാനായി ലിവിംഗ് റൂമിൽ വരാനായി പറഞ്ഞിരുന്നു. എന്നാൽ ഹീറോ റൂമിന് വെളിയിൽ പോലും ഇറങ്ങിയിട്ടില്ല. ഹീറോയെ മറ്റൊരു വിവാഹത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാണ് വന്നത്. അതിനൊരു ലേഡിയും കൂട്ടിക്കൊണ്ടു വന്നിട്ടുണ്ട്. പക്ഷേ ഹീറോയ്ക്ക് അവളല്ലാതെ മറ്റാരെ വിവാഹം കഴിക്കില്ല എന്ന ഉറച്ച തീരുമാനത്തിലാണ് ഹീറോ അവിടെ നിന്ന് പോയി. ഇത് കേട്ടതും അവൻ്റെ അച്ഛന് ആകെ അസ്വസ്ഥതയാണ് ഉണ്ടാക്കിയത്. അവിടെ ഉണ്ടായ റിങ് എടുത്ത് സെർവന്റിന് കൊടുത്ത് മാറ്റിവെക്കാനായി പറഞ്ഞു. മറുവശത്ത് കുട്ടിപ്പെണ്ണ് അമ്മയെ രക്ഷിക്കാനായി ഇനി ഒരൊറ്റ വഴി ലോ കുടുംബത്തിലെ യങ് മാസ്റ്ററെ കാണാൻ വന്നിരിക്കുന്നു. രാവിലെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിടുകയാണെങ്കിൽ പറയാവുന്നതാണ് എന്ന് പറഞ്ഞതിനാൽ ഹീറോയുടെ സഹായം ചോദിക്കാനായിട്ട് എത്തുകയാണ്. സെർവൻ്റ് അവളെ ഹീറോയുടെ അച്ഛനെ അടുത്തേക്കായിരിക്കും കൊണ്ടുപോയത്. എന്താണ് കുട്ടി നിനക്ക് വേണ്ടെന്ന് ചോദിക്കുമ്പോൾ ഞാൻ വന്നത് യങ് മാസ്റ്ററെ കാണാനായിട്ടാണ്, കുറച്ച് പണം കടം വാങ്ങാൻ. എനിക്കിപ്പോൾ പണം വേണം, എൻ്റെ അമ്മയെ അറിയാം, ക്യാഷ് കിട്ടിയില്ലെങ്കിൽ അമ്മ മരിക്കും, എനിക്കിപ്പോൾ പണം കിട്ടണം, എനിക്ക് സമയമില്ലെന്ന് പറഞ്ഞപ്പോൾ ഹീറോയുടെ അച്ഛൻ എന്താണ് കാര്യം, മുത്തശ്ശൻ നോക്കിക്കോളാം എന്ന് പറയുമ്പോഴേക്കും അവൾ വേഗം ഹീറോയെ കാണാനായി ഓടി. അപ്പോൾ ഹീറോയുടെ അച്ഛന് ഡൗട്ടു. അവളെ കാണുമ്പോഴൊക്കെ ഹീറോ കുട്ടിയായിരുന്നത് പോലെ തന്നെയുണ്ട്. സെർവൻറ്റും ഇതേ ഡൗട്ട് വന്നുകൊണ്ടാണ് അവളെ ഒരു മടിയും കൂടാതെ അകത്തേക്ക് കയറിയത്. അപ്പോൾ സെർവൻറ്റ് അവളുടെ മുടി എടുത്തിരുന്നു DNA ടെസ്റ്റ് ചെയ്യാനായിട്ട്. ഹീറോ റിങ് നോക്കുമ്പോൾ അവിടെ ഒന്നും കാണുന്നില്ല. ആ മോതിരം ഹീറോയ്ക്ക് എത്ര വിലപ്പെട്ടതാണെന്ന് ലോ കുടുംബത്തിന് മുഴുവൻ പേർക്കും അറിയാം. കുടുംബത്തിലെ ആരും അത് തൊടിയില്ല. ഹീറോയ്ക്ക് അവളെക്കുറിച്ചുള്ള ഓർമ്മ എന്നുള്ളത് ആ റിങ് മാത്രമാണ്. ഇത് ഉറപ്പായിട്ടും മോഷ്ടിച്ചതായിരിക്കും. മോതിരം കണ്ടെത്തുന്നവർക്ക് വലിയ പ്രതിഫലം ലഭിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു നോട്ടീസ് അയക്കും പറഞ്ഞ് എല്ലാവരെയും അറിയിക്കാനായിട്ട് പറയുകയാണ്. ഇനി എന്ത് ചെയ്തിട്ടാണ് 4 ലക്ഷം ഉണ്ടാക്കുക എന്ന് വിഷമിച്ചിവിടെ ഇരിക്കുമ്പോൾ മോതിരം കണ്ടെത്തുന്നവർക്ക് ക്യാഷ് കിട്ടുമെന്ന് നോട്ടീസ് കാണുന്നു. ആ റിങ് കാണുമ്പോഴാണ് ഇതേ റിങ്ങാണല്ലോ അവളുടെ അമ്മയെ കയ്യിലുള്ളത്. നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി ആ മോതിരം എടുക്കുന്നു. കാരണം ഇപ്പോൾ അവൾക്ക് വേറെ വഴിയില്ല, അമ്മയെ ചികിത്സിക്കാനായി ക്യാഷ് വേണം. സോ ആ മോതിരവുമായി ഹീറോയുടെ വീട്ടിൽ പോകുന്നു. അവിടെ അസിസ്റ്റന്റ് ഹീറോയോട് ആ മോതിരം കിട്ടി, ആ കുട്ടിയാണ് എടുത്തത്, അവളിപ്പോൾ ആശുപത്രി പ്രവേശന കവാടത്തിലാണെന്ന് പറഞ്ഞു പോവുകയാണ്. എന്നാൽ അവൾ ആ മഴയത്ത് ആ മോതിരം കൊണ്ടുവന്ന് എനിക്ക് പണം തരുന്നത് വരെ അവൾ അവിടെ കാത്തിരിക്കുകയാണ്. എന്നാൽ അസിസ്റ്റന്റ് പറയുന്നത് ആ മോതിരം അവൾ മോഷ്ടിച്ചതാണ് എന്നാണ്. പണത്തിനു വേണ്ടി തട്ടിപ്പ് നടത്തിയിരുന്നു, നിന്നെ ഒരിക്കൽ വെറുതെ വിട്ടിട്ട് നീ ഇപ്പോൾ മോഷ്ടിക്കാൻ ധൈര്യപ്പെട്ടോ എന്ന് പറഞ്ഞ് അവളുടെ കയ്യിൽ നിന്ന് ആ മോതിരം വാങ്ങാൻ നോക്കി. പക്ഷെ അവൾക്ക് ക്യാഷ് കിട്ടിയാൽ മാത്രമാണ് തരുമെന്ന് പറയുമ്പോൾ അവർ അവളുടെ കയ്യിൽ നിന്ന് തട്ടിയെടുത്തു. ആ മോതിരം നോക്കുമ്പോൾ വർഷങ്ങളോളം പഴക്കം കാണും. ഒരു ദിവസം നിന്റെ കയ്യിലെത്തിയപ്പോൾ ഇത്രയും വൃത്തികേടായിരിക്കില്ലേ എന്ന് പറഞ്ഞ് അവളോട് ദേഷ്യപ്പെടുകയാണ് ഹീറോ. ഈ മോതിരം അവരുടേതല്ല, അവളുടെ അമ്മയുടേതാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കിയെങ്കിലും അവർ വിശ്വസിക്കുന്നില്ല. അവൾ കള്ളം പറയുകയാണ് എന്നാണ് അവർ പറയുന്നത്. അവർ പോകുമ്പോൾ ഇവൾ ഹീറോയുടെ കാല് പിടിച്ച് പറയുന്നുണ്ട്, എൻ്റെ അമ്മയെ ഒന്ന് രക്ഷിക്കണം, എൻ്റെ അമ്മയുടെ മോതിരം കൊണ്ടുപോക്കോ, ക്യാഷ് തന്നാൽ മതിയെന്ന്.
എന്നാലും അവർ കേട്ടില്ല. അവസാനം അവൾ മുട്ടുകുത്തി കെഞ്ചുമ്പോൾ ഹീറോ ഒരു തവണ അവളെ വിശ്വസിക്കാം, അവൾക്കൊപ്പം ഹോസ്പിറ്റലിലേക്ക് വരാം, അമ്മയ്ക്ക് അസുഖമുണ്ടെങ്കിൽ ക്യാഷ് തരും, നീ നുണയാണ് പറയുന്നെങ്കിൽ നിയമപരമായിട്ട് ഞാൻ നിന്നെ പോലീസിൽ ഏൽപ്പിക്കുമെന്ന് പറയുകയാണ്. അങ്ങനെ ഹീറോയെ കൂട്ടി ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ ഹോസ്പിറ്റൽക്കാർ അവളുടെ അമ്മയെ ഹോസ്പിറ്റലിലെ റൂൾ അനുസരിച്ച് അവൾ നൽകിയ പണത്തിന് കുറച്ച് ദിവസത്തിൽ മാത്രമേ വാടി നിർത്താൻ കഴിയൂ എന്ന് പറഞ്ഞ് അമ്മയെ പുറത്താക്കി. ഇതൊക്കെ നേരിൽ കണ്ട അസിസ്റ്റന്റ് അവരുടെ മറ്റൊരു പ്രവൃത്തിയായിരിക്കും അവൾ വീണ്ടും കള്ളം പറഞ്ഞതായിരിക്കും, അവളൊരു കുട്ടിയായിരുന്നിട്ട് പോലും അവൾ അർഹിക്കുന്ന വില അവൾക്ക് തന്നെ നൽകണമെന്ന് പറഞ്ഞു. പെട്ടെന്ന് അവളുടെ അമ്മയുടെ മുഖം കാണുമ്പോൾ മരിച്ചുപോയ ഹീറോയുടെ ഭാര്യയാണെന്ന് തോന്നുകയാണ്. അവൾ പറയുന്നത് നുണയല്ല, സത്യമായതിനാൽ സഹായിക്കാനായി ഹീറോ പോകുമ്പോൾ കറക്റ്റ് ടൈമിലായിരിക്കും ഹീറോയുടെ അച്ഛൻ വിളിക്കുന്നത്. ഇപ്പോൾ തന്നെ തിരിച്ച് വീട്ടിലേക്ക് വരാൻ, വന്നില്ലെങ്കിൽ ഒരിക്കലും തിരിച്ചു വരരുതെന്ന്. ഹീറോയുടെ അച്ഛൻ കൊച്ചുമകളാണ് എന്നുള്ള സത്യം തെളിഞ്ഞതോടെ വളരെ സന്തോഷത്തിലാകും. സോ ഹീറോ അസിസ്റ്റന്റിനോട് ഈ ഹോസ്പിറ്റലിന് ഓണറെ വിളിച്ച് ഈ കുട്ടിയുടെ അമ്മയുടെ ചികിത്സയ്ക്കുള്ള എല്ലാ ചെലവും തരും, വേഗം ഓപ്പറേഷൻ നടത്താൻ ഏൽപ്പിക്കാൻ പറഞ്ഞു. ഹീറോ വീട്ടിലേക്ക് പോയി. ഇവിടെ ഇവൾ ഡോക്ടറിന്റെ മുന്നിൽ മുട്ടുകുത്തി കെഞ്ചി പറഞ്ഞിട്ടും അയാൾ കേട്ടില്ല. അവൾ തൂക്കിയെടുത്ത് പുറത്താക്കാനായി പറയുമ്പോൾ ഉടനെ അവളുടെ അമ്മയെ ചികിത്സിക്കുന്ന ഡോക്ടർ വന്ന് ആ ഡോക്ടറെ ചീത്ത പറഞ്ഞു. എന്നിട്ട് അവളോട് അമ്മയുടെ ചികിത്സയ്ക്കുള്ള എല്ലാ ക്യാഷും ലൂ ഫാമിലി നൽകിയിട്ടുണ്ടെന്ന് പറഞ്ഞ് വേഗം ഓപ്പറേഷൻ നടത്താനായിട്ട് കൊണ്ടുപോവുകയാണ്. ഹീറോ വീട്ടിലെത്തി എന്തിനാണ് വിളിച്ചെന്ന് ചോദിക്കുമ്പോൾ നീയും അവളും ഇതുവരെ വിവാഹം കഴിക്കാത്തത് എന്താണ്? ഇതിനകം നിങ്ങൾക്കൊരു കുട്ടിയുണ്ടോ? ഇനി എന്നോട് നേരത്തെ പറഞ്ഞിരുന്നില്ലെങ്കിൽ ഞാൻ നിന്നെ നിർബന്ധിച്ച് വിവാഹം കഴിക്കില്ലായിരുന്നോ? നിങ്ങൾക്കൊരു കുട്ടിയുണ്ട് എന്ന് കേൾക്കുമ്പോൾ കുട്ടിയോ, ഏത് കുട്ടി എന്നാണ് ഹീറോ ചോദിക്കുന്നത്. നീ ഇപ്പോഴും അഭിനയിക്കുകയാണോ? കുട്ടിയെ തിരികെ കൊണ്ടുവരാത്തത് എന്താണ്? ഇതൊക്കെ കേൾക്കുമ്പോൾ ഹീറോയ്ക്ക് കാര്യം കിട്ടിയില്ല. ഒരു കൊച്ചു പെൺകുട്ടി നിന്നെ അന്വേഷിച്ച് വന്നിരുന്നു, അവൾ നിന്നെ പോലെ തന്നെയാണുള്ളത്. ഞാനുടനെ ഒരു DNA ടെസ്റ്റൊക്കെ നടത്തി, എന്നാൽ അവൾ മരിച്ചു പോയിട്ട് 7 വർഷമായില്ലേ, പിന്നെ എങ്ങനെയാണ് ഒരു കുട്ടി ഉണ്ടാകുക എന്ന് ഹീറോ ചിന്തിച്ചു നിൽക്കുമ്പോൾ ആ കുട്ടി എനിക്ക് നീ തിരികെ കൊണ്ടുവരണം. അതിനായി അവളെ അന്വേഷിക്കാനായിട്ട് ഹീറോയുടെ അച്ഛൻ ആൾക്കാരെ വിട്ട് അന്വേഷിപ്പിക്കുന്നു. അവൾക്ക് ഏകദേശം 7 വയസ്സുണ്ടെന്ന് പറഞ്ഞ് നോട്ടീസ് വിതരണം ചെയ്യുകയാണ്. എന്നാൽ ഈ കച്ചവടക്കാർക്ക് പെട്ടെന്ന് ഈ നോട്ടീസ് കിട്ടുകയും 7 വയസ്സ് ഉണ്ടെന്ന് കേൾക്കുമ്പോൾ ഇത് അവൾ തന്നെയായിരിക്കും, അവളായിരിക്കും ലൂ കുടുംബത്തിലെ കുട്ടിയെന്നുള്ള ഒരു ചിന്തപ്പാട് ഉയർന്നു. ഇവിടെയാണെങ്കിൽ അവളുടെ അമ്മയുടെ സർജറി എല്ലാം കഴിഞ്ഞു, അവസ്ഥ സാധാരണ നിലയായി. എന്നാലും മാനസിക പ്രശ്നങ്ങൾ പൂർണ്ണമായി പരിഹരിക്കപ്പെട്ടിട്ടില്ല. ഇപ്പോൾ ഇനി എത്ര പണം ആവശ്യമാണെന്ന് ചോദിക്കുമ്പോൾ ചികിത്സാ ചെലവുകളെല്ലാം അടച്ചു കഴിഞ്ഞു, അതിനാൽ ഇവിടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചികിത്സ നേടാം, ശസ്ത്രക്രിയയ്ക്ക് ഫലമുണ്ട്. ഒരു പക്ഷേ ചിലപ്പോൾ നിന്റെ അമ്മയ്ക്ക് പഴയകാല ഓർമ്മകൾ തിരിച്ചു കിട്ടിയേക്കാം. അന്നേരം അമ്മയ്ക്ക് കഴിഞ്ഞ 7 വർഷം മുന്നേ നടന്ന ഒരു കാര്യം ഓർക്കുകയാണ്. അന്ന് ഹീറോയ്ക്ക് വേണ്ടി ഓപ്പറേഷൻ സക്സസ് ആയി, അവളുടെ കുഞ്ഞിന് യാതൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഹീറോയുടെ ഓപ്പറേഷൻ സക്സസ് ആയി എന്ന് കേട്ടപ്പോൾ അവൾക്കൊരുപാട് സന്തോഷമായി. അവളൊന്ന് മയങ്ങിപ്പോയപ്പോൾ ഹീറോയുടെ മുറപ്പെണ്ണ് വന്ന് ഹീറോയെ സ്വന്തമാക്കാൻ ഒരു ഡോക്ടറെ കൂട്ടിക്കൊണ്ടുവന്ന് സൈക്യാട്രിക്സ് മരുന്ന് കുത്തിവെക്കാനായി നിർബന്ധിക്കുന്നു. മയക്കത്തിലായിരിക്കുമ്പോൾ ഹീറോ അവൾ മരിച്ചെന്ന് കരുതിക്കോളും. എന്നാൽ അവൾ മരിക്കണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷെ ആ ഡോക്ടർ സമ്മതിച്ചില്ല. അപ്പോഴാണ് അവരുടെ സൗണ്ട് കേട്ട് അവൾ എഴുന്നേറ്റത്. പ്രശ്നം ഗുരുതരമാകാതിരിക്കാനായി അവർ അവളുടെ വാപ്പോത്തി കുത്തിവെച്ചു. ആ മരുന്ന് കാരണം അവൾ മരിച്ചുപോയി എന്നാണ് അവർ കരുതിയത്. ബോൺ മാരോ മാറ്റിവെക്കൽ സമ്മതപത്രത്തിൽ ബോൺ മാരോ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിൽ അവൾ ഒപ്പിട്ടതല്ലേ. ശസ്ത്രക്രിയയിൽ എന്തെങ്കിലും തകരാറ് സംഭവിച്ചാൽ അവൾ മരിക്കുമെന്ന് അസാധാരണമല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ഇപ്പോൾ അതേ ഡോക്ടർ അവളെ കാണാനായി വരികയാണ്. അവളെ കണ്ടതും ആകെ ഷോക്കായി. ഇത് അവളല്ലേ? അപ്പോൾ മറ്റേ ഡോക്ടർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇവരെ അറിയുമോ? ഇല്ല. എന്നിട്ട് അയാൾ വേഗം ആ ലേഡി വിളിച്ച് അവൾ മരിച്ചിട്ടില്ല എന്ന കാര്യം പറയിക്കുന്നു. അവളെ കൊല്ലാൻ തന്നെയാണ് ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചത്, നിങ്ങൾ അത് മര്യാദയ്ക്ക് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ജോലിയെല്ലാം ഞാൻ തകർക്കുമെന്ന് പറഞ്ഞ് ആ പെണ്ണ് ഭീഷണിപ്പെടുത്തി. ഇവിടെ ഹീറോ അവളെ തേടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ കുട്ടി അവൾ ആരാണെന്ന് ഹീറോയ്ക്ക് അറിയില്ല. അപ്പോൾ അവൾ മരിച്ചിട്ടില്ല, എനിക്കിപ്പോൾ ഒരു കുട്ടിയുണ്ട്, എൻ്റെ സ്വന്തം കുട്ടി, എങ്ങനെയായിരിക്കുമെന്ന ചിന്തപ്പാടിലാണ് ഹീറോ. അപ്പോഴേക്കും അവർക്ക് കുറച്ചൊരു ലീഡ് കിട്ടുകയാണ്. അന്നേരം ഹീറോയ്ക്ക് നഷ്ടമായ റിങ്ങും കിട്ടുന്നു. നോക്കുമ്പോൾ അവൾ കൊടുത്ത അതേ സെയിം റിങ് തന്നെ. അപ്പോൾ അവൾ ഇപ്പോഴും ജീവനോടുണ്ട്. ഇത് വെച്ച് നോക്കുമ്പോൾ അവൾ ഹീറോയുടെ മകളാണെന്ന് വ്യക്തമായി. സോ ഹീറോ അവളെ കാണാനായി ഹോസ്പിറ്റലിൽ എത്തുകയാണ്. ഇവിടെ അയാൾ ആ ലേഡിയുടെ വാക്ക് കേട്ട് അവളെ കൊല്ലാനായി കുത്താനായി പോയപ്പോൾ ഡോക്ടർ എന്ത് ചെയ്യുകയാണെന്ന് പറഞ്ഞ് ആ കുട്ടിപ്പെണ്ണ് വരുന്നു. പെട്ടെന്ന് അവൾ കണ്ണു തുറന്നത് ആ ഡോക്ടറെ തിരിച്ചറിയുകയാണ്. പെട്ടെന്ന് അയാൾ അവളെ പിടികൂടുമ്പോൾ അമ്മ വേഗം വന്നതും പിടിവലിക്കിടയിൽ താഴെ വീണു തലയിടിച്ചു. അവസാനം നോക്കി അയാൾ ഒരു കുത്തുകുത്താൻ പോയപ്പോൾ കറക്റ്റ് ടൈമിലായിരിക്കും ഹീറോ എത്തുന്നത്. അവരെ രക്ഷിക്കുകയാണ്. ഇത്രേ വർഷമായി നീ എവിടെയായിരുന്നു? ക്ഷമിക്കണം, അന്ന് സംഭവിച്ചതിന് എല്ലാം എൻ്റെ തെറ്റാണ്. നിന്നെ വീണ്ടും കാണാൻ കഴിയുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല.
അന്നേരമാണ് ഹീറോ ആ ഡോക്ടറെ ശ്രദ്ധിക്കുന്നത്. അന്ന് ആ ഡോക്ടറായിരുന്നു അവൾ മരിച്ചെന്നുള്ള കാര്യം പറഞ്ഞത്. ദേഷ്യം വന്ന ഹീറോ അയാൾക്കൊരടി കൊടുത്തിട്ട് അന്ന് എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്, അയാൾ സത്യം പറയാത്ത പക്ഷം ഹീറോവിനെ പുറം ലോകം കാണിക്കരുതെന്ന് പറയുന്നു. ശേഷം അവളെയും അമ്മയും വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. വീട്ടിൽ തന്നെ ട്രീറ്റ്മെന്റും തുടർന്നു. അവളുടെ അമ്മയ്ക്ക് തലക്കേറ്റ പരിക്ക് ഒഴികെ മറ്റു ഗുരുതരമായ കുഴപ്പമൊന്നുമില്ല. ഹീറോയുടെ മകൾക്ക് എന്തെങ്കിലും പറ്റുമെന്ന് ചോദിക്കുമ്പോൾ കാൽമുട്ട് മാത്രമേ വേദനയുള്ളൂ. അന്ന് മഴയിൽ മുട്ടുകുത്തിയത് കൊണ്ടാകാം അവൾക്ക് ഈ വേദന. താൻ കാരണമാണല്ലോ പരിക്കേറ്റത്. എന്റെ സ്വന്തം കുട്ടിയോട് അങ്ങനെ പെരുമാറിയതിന് ഹീറോയ്ക്ക് തന്നെ ഖേദമുണ്ട്. സോയൊക്കെ മോത്തടിച്ചു. മുന്നേ നടന്നതിൽ അവളോട് ക്ഷമ ചോദിക്കുകയും ചെയ്തു. അവളും അതൊന്നും വേണ്ട, നിങ്ങൾ നല്ലൊരു മനുഷ്യനാണ്, അവളുടെ അച്ഛനാണെന്ന് പറഞ്ഞാൽ അവൾ അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ചിന്തിക്കുമ്പോഴാണ് അവിടെ ഹീറോയുടെ അച്ഛൻ വരുന്നത്. അച്ഛൻ വരുന്നത് തനിക്കൊരു കൊച്ചുമകളെ കിട്ടിയ സന്തോഷത്തിലായിരിക്കും. അച്ഛൻ്റെ ഈ പെരുമാറ്റം കണ്ട് ഹീറോ, എൻ്റെ അച്ഛൻ ഇപ്പോഴും ഇങ്ങനെയൊക്കെ പറയുമോ, ഇയാൾ ഒരു കൊലപാതകയല്ലേ? അപ്പോൾ അസിസ്റ്റന്റ് പറയുന്നത്, സാറും കുട്ടിയായിരുന്നപ്പോൾ അദ്ദേഹം നിങ്ങളോട് ഇങ്ങനെ തന്നെയാണ് പെരുമാറിയത്. അവൾക്ക് എന്താണ് വേണ്ടെന്ന് ചോദിക്കുമ്പോൾ അവൾക്ക് അമ്മയെ വേഗം സുഖപ്പെടുത്തി കണ്ടാൽ മതി എന്ന് മാത്രമാണ് ആഗ്രഹം. വിഷമിക്കേണ്ട, മുത്തശ്ശൻ തീർച്ചയായും നിന്റെ അമ്മയെ ചികിത്സിക്കാൻ നല്ല ഡോക്ടറെ കണ്ടെത്തുമെന്ന് ഉറപ്പു നൽകി. അന്നേരം അവളുടെ അമ്മ എഴുന്നേൽക്കുകയാണ്. അത് കാണുന്ന അച്ഛൻ, അവർ പരസ്പരം കണ്ടിട്ട് വർഷങ്ങളായില്ലേ, കുറച്ച് പ്രൈവസി ആയിക്കോട്ടെ എന്ന് കരുതി അവൾക്ക് വല്ലതും കഴിക്കാൻ തരാമെന്ന് പറഞ്ഞ് അവളെയും കൊട്ടിക്കൊണ്ടു പോവുകയാണ്. ബോധം വരുമ്പോൾ ഹീറോയെ തിരിച്ചറിയുകയാണ്. എന്നാൽ അവളുടെ അസുഖം ഇപ്പോഴും ഭേദമായിട്ടില്ല. എന്നിരുന്നാലും ഇനിയും അവളെ വിട്ടുകൊടുക്കാൻ ഹീറോയ്ക്ക് കഴിയില്ല. സോ വിവാഹം കഴിക്കാനായി തീരുമാനിക്കുന്നു. അപ്പോൾ കുട്ടിപ്പെണ്ണിനോട് ചോദിക്കുന്നുണ്ട്, ഈ അങ്കിൾ അമ്മയെ വിവാഹം ചെയ്താൽ നിനക്കൊരു അച്ഛനെ കിട്ടും, അവൾക്കും ഹാപ്പിയായി. പക്ഷെ അവർ വിവാഹം കഴിച്ചില്ലെങ്കിലും ഹീറോയൊന്നും അവിടെ അച്ഛനായിരിക്കും. അപ്പോൾ അച്ഛൻ മരുമകളോട് അഭിപ്രായം ചോദിച്ചോ? ഹീറോയും അവളോട് എന്നെ വിവാഹം കഴിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ഉടനെ അവൾ സമ്മതിക്കുകയാണ്. ഇത് കണ്ട സംതൃപ്തിയായ അച്ഛൻ, ഇതെല്ലാം എൻ്റെ തെറ്റാണ്. 7 വർഷം മുമ്പ് തന്നെ ഞാൻ സമ്മതിച്ചായിരുന്നെങ്കിൽ എല്ലാം ഇങ്ങനെയായിരിക്കുമോ? ഇനി ആരും എതിർ പറയില്ല എന്ന് നിൽക്കുമ്പോഴാണ് ഹീറോയുടെ മുറപ്പെണ്ണ് വന്ന് ഞാൻ എതിർക്കുമെന്ന് പറഞ്ഞു വരുന്നത്. നിന്റെ തീരുമാനം ഇവിടെ ആർക്കും വേണ്ട. അപ്പോൾ ആ ലേഡി, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, ചേച്ചിയുടെ ഈ അവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ടാണ്. എന്തായാലും അവൾ മുമ്പ് ആശുപത്രിയിലായിരുന്നല്ലോ, ഏതാണ്ട് മരിച്ചു പോയെന്ന് കേട്ടു. എനിക്ക് വിഷമമുണ്ട്. വിവാഹത്തിൽ ഒരുപാട് പേരുണ്ട്. ചേച്ചിക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ? അവർ ആ വിവാഹം മുടക്കാൻ തന്നെ വീണ്ടും ഒരു പ്ലാൻ ആയിട്ടാണ് വന്നത്. ഈ കിഴവന് കുട്ടികളെ ഇഷ്ടമാണ്. ഒരു പ്രാന്തിയെ വിവാഹം കഴിക്കാൻ അനുവദിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് ചിന്തിക്കുമ്പോൾ ആ കുട്ടിപ്പെണ്ണ് അവരെ പേടിയാവുകയാണെന്ന് പറയുകയാണ്. അപ്പോൾ മുത്തശ്ശൻ, നാളെ കല്യാണമാണ് നടക്കാൻ പോകുന്നത്, വേഗം ആ കൊലയാളിയെ വേഗം കണ്ടുപിടിക്കുക. എന്നാൽ എത്ര അന്വേഷിച്ചാലും കൊലപാതകയെ നിങ്ങൾക്ക് മുന്നിൽ കണ്ടെത്താനേ കഴിയില്ല എന്നാണ് അവൾ ചിന്തിക്കുക. നിങ്ങൾ അന്വേഷിക്കാൻ ഇറങ്ങിക്കോ, ഞാൻ ചേച്ചിയെ നോക്കിക്കോളാം എന്ന് പറയുന്നു. എന്നാലും ഹീറോയ്ക്ക് ചെറിയ ഡൗട്ട് കാണും. അച്ഛനെ കൂട്ടി പുറത്തേക്ക് പോകാമെന്ന് പറയുമ്പോൾ അച്ഛൻ കൊച്ചുമകളെ വിട്ട് എങ്ങും പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എന്നാലും ഹീറോ അച്ഛനെ ഫോഴ്സ് ചെയ്ത് കൂടി കൂട്ടിക്കൊണ്ടു പോവുകയാണ്. അവർ പോയതിന് പിന്നാലെ ആ ലേഡിയുടെ സ്വഭാവം തന്നെ മാറി. ആർക്കോ വിളിച്ച് ലൂ കുടുംബത്തിലെ എല്ലാ ക്യാമറകളും ഓഫാക്കിയോ, ആരെങ്കിലും വണ്ടിയുമായിട്ട് വേഗം വരാൻ പറഞ്ഞു. ആ കുട്ടിപ്പെണ്ണിന് മനസ്സിലാവുന്നത് പോലുമില്ല. നിന്റെ അമ്മ ഈ ലോകത്ത് തന്നെ ഉണ്ടാകാൻ പാടില്ലായിരുന്നു. അവൾ ഒരുക്കിയ ആൾക്കാരെ വിളിച്ച്, ഹീറോ വരുമ്പോൾ നിങ്ങളുടെ ഉണ്ടാകാൻ പാടില്ല, അവന് നിങ്ങളെ ഒട്ടും ഇഷ്ടമല്ല. പെട്ടെന്നായിരിക്കും അവളുടെ അമ്മയുടെ സ്വഭാവം മാറുന്നത്. തീർച്ചയായിട്ടും നിന്നെ പോലെ ഒരാളെ അദ്ദേഹത്തിന് ഇഷ്ടമല്ല. അപ്പോൾ നീ അഭിനയിക്കുകയായിരുന്നോ? അല്ല, നിന്റെ അഭിനയം എവിടം വരെ പോകും എന്ന് നോക്കിയതാണ്. എൻ്റെ കുട്ടിയെ ഇത്ര വർഷം നീ കഷ്ടപ്പെടുത്തി. ഇപ്പോൾ നീ സുഖമായിരിക്കാൻ ഞാൻ അനുവദിക്കില്ല. പക്ഷെ അവരാരും നിന്നെ രക്ഷിക്കാൻ വരില്ല എന്ന് പറഞ്ഞ് അവരും കൊണ്ട് പിടിക്കാനായി പറയുന്നു. കറക്റ്റ് ടൈമിലായിരിക്കും ഹീറോ എത്തിയത്. അന്ന് അവൾക്ക് ബോധം വന്നപ്പോൾ തന്നെ എല്ലാ ഓർമ്മയും തിരിച്ചു വന്നു. അവളെയും കുട്ടിയും ഉപദ്രവിക്കാൻ ആഗ്രഹിച്ച വ്യക്തി ഇവളായിരുന്നെന്ന് അവൾ നേരത്തെ ഹീറോയോട് പറഞ്ഞിരുന്നു. ഇതെല്ലാം അവളെ കൊടുക്കാൻ വേണ്ടി ഉള്ള ഒരു നാടകമായിരുന്നു ഇപ്പോൾ ഇവർ നടത്തിയത്. ശേഷം അവളെ പോലീസിൽ ഏൽപ്പിക്കുന്നു. അതിനു മുന്നേ അവൾ അവളുടെ മകൾക്ക് വേണ്ടി ഒരു അടി കൊടുക്കുകയാണ്. അവസാനം ഹീറോ അവളെ വിവാഹം കഴിക്കാൻ പോകുന്നു. അങ്ങനെ കുറച്ചു നാൾക്ക് ശേഷം ആ കട ഓണറിനെയും ഭാര്യയും കാണിക്കുകയാണ്. അവർക്ക് ആ കുട്ടിയെ പെണ്ണിനെ കാണാത്തോണ്ട് നല്ല വിഷമമായിരിക്കും. അപ്പോൾ ഹീറോയുടെ അസിസ്റ്റന്റ് വന്ന് 2 പേർക്കും $5 മില്യൺ 2 ബാങ്ക് കാർഡ് നൽകി. പുതിയ തട്ടിപ്പായിരിക്കുമോ എന്ന് അവർക്ക് ആദ്യമാണ് കരുതിയത്. പക്ഷെ ഇത് തട്ടിപ്പൊന്നല്ല. അല്ല, ഇത് ലൂ കുടുംബത്തിലെ കുട്ടി ലൂവിന്റെ കടമാണ് എന്ന് പറഞ്ഞ് അവർക്ക് കൊടുത്തു. കൂടാതെ ഞങ്ങളുടെ ലൂ കുടുംബത്തിൽ നടക്കാനിരിക്കുന്ന വിരുന്നിലേക്കും അവരെയും കൂടി ക്ഷണിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ.